പിന്നെ രാവിലെ പോയി വണ്ടി കിട്ടിയില്ല. ഞാൻ എന്നിട്ട് അത് ഏകദേശം തീപിടുത്തം കാരണം നശിച്ചു പോവുകയും 1912 നിർമ്മിച്ചതാണ് ഈ കാണുന്നത്. ഇതാണ് ഇവിടെ വേട്ടയാടി പിടിച്ചു തരുന്ന ആന. ഏകദേശം 80 കിലോ സ്വർണം ഈ മറ്റേ പില്ലേഴ്സിലൊക്കെ പൂശിയിട്ടുണ്ട്. അടിപൊളിയായിട്ടോ, നല്ല ടേസ്റ്റ്. ഇതാണ് ഇന്ത്യയിലെ സെക്കൻഡ് ടോളസ്റ്റ് ചർച്ച്. ഇൻഫിനിറ്റി നോമാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാൻ ഹിച്ച് ചെക്ക് ചെയ്തിട്ട് വണ്ടി കിട്ടാത്തതും കാര്യങ്ങളൊക്കെ. ലാസ്റ്റ് പിന്നെ രാവിലെ പോയി വണ്ടി കിട്ടിയില്ല. ഞാൻ എന്നിട്ട് ട്രെയിനിൽ കയറി വന്നു. ഇനി ഇവിടെ നേരെ മൈസൂർ പാലസ് എന്ന് വേറെ കാഴ്ചകളൊക്കെ കാണാം. സമയം ഏകദേശം 7 ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അടുത്താണ്, തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ പോകണം. ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് നേരം കിടക്കാൻ പറ്റിയെങ്കിലും ഉറക്കമൊന്നും കിട്ടിയില്ല. ഉറക്കിൻ്റെ നല്ല ക്ഷീണമുണ്ട്. എന്തായാലും പോവാം. ഈ വാക്കിംഗ് പാത്തൊക്കെ ഇതോ അത്യാവശ്യം നല്ല വൃത്തിയാട്ടോ. ഇവിടെ അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടോ, ഇവിടെ അടിച്ച് വാരി കൂട്ടിയിട്ട് കാണാം. നല്ല വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഭാഗം. ഇവിടെയൊക്കെ അങ്ങനെ പൂക്കൾ വിൽക്കുന്നത് കാണാം. എന്താ പരിപാടി എന്ന് അറിയില്ല കേട്ടോ. ഏകദേശം മഴക്കാറുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഒക്കെ ഇതാ. ഇവിടെയും പൂവുണ്ട്. അല്ല ഫങ്ഷൻ ഉണ്ടാ പൂ എന്നതിക്ക്? ഓ ഓക്കെ ഓക്കെ. ഫങ്ഷൻ ഒന്നുമില്ല. ആ ഓക്കെ. പൂ ജസ്റ്റ് വിൽക്കാനാണ്, ഫങ്ഷൻ ഒന്നുമില്ല. പക്ഷെ ഫങ്ഷൻ ഉണ്ടാവും. ഏകദേശം രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വല്ലാണ്ട് തിരക്കോ വണ്ടികളൊന്നും ഒരുപാടില്ല. ഏകദേശം പാലസ് ഓപ്പണിംഗ് ടൈം എന്ന് പറയുമ്പോൾ 10 മണിയാവും. ഞാൻ പിന്നെ പെട്ടെന്ന് ഇറങ്ങിയതാ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കാഴ്ചകളൊക്കെ കണ്ടു വരാ വിചാരിച്ച്. ഏകദേശം എത്തി. ഇനി ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. പക്ഷെ 150 റുപ്യാണ് ടിക്കറ്റ് ഫീ വരുന്നത്. എൻട്രി. നിങ്ങൾ എൻ്റെ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കണതാണ് മൈസൂർ പാലസ്. ഏകദേശം 100 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടതിന്. ആദ്യം ഈ കാണുന്ന ഒരു പാലസ് അല്ലായിരുന്നു, വുഡൻ പാലസ് ആയിരുന്നു. മരത്തടി കൊണ്ടൊക്കെ നിർമ്മിച്ച ഒരു പാലസ് ആയിരുന്നു. അത് ഏകദേശം തീപിടുത്തം കാരണം നശിച്ചു പോവുകയും 1912 നിർമ്മിച്ചതാണ് ഈ കാണുന്നത്. നമുക്ക് പാലസിലേക്ക് എൻട്രി ചെയ്യാം. ഏകദേശം മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ടാണ് ഏകദേശം വീഡിയോ ഇത്ര ഡള്ളായിട്ട് കാണുന്നത്. ഒരു ബ്ലാക്ക് പോലെ. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ കെട്ടിടവും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. വെയിലില്ലാത്തതുകൊണ്ട് അധികം ഉള്ളോട്ടേക്ക് വെളിച്ചമില്ല. ഇതാണ് ഇവിടെ വേട്ടയാടി പിടിച്ചു തരുന്ന ആന. കണ്ണ് മാത്രമേ ഉള്ളൂ,
ഏകദേശം വെച്ചത്. ഭാഗ്യാകാശ് അങ്ങനെ തന്നെ ഇല്ലയെന്നാണ് പറഞ്ഞത്. തൊലി കൊമ്പൊക്കെ. പിക്ചർ ഓഫ് റോയൽ ഫാമിലീസ്. ഈ കാണുന്നൊക്കെ റോയൽ ഫാമിലീസിൻ്റെ പിക്ചറാണ്. ഒരു ഗൈഡ് ഉണ്ട്, പക്ഷെ കന്നഡത്തിലായതുകൊണ്ടൊന്നും മനസ്സിലാവില്ല. ഇംഗ്ലീഷാണെങ്കിൽ കുറച്ച് ആൾ കേട്ടിക്കേന്, വെറുതെ വീഡിയോ എടുത്തിട്ട് കേട്ടുക്കലോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. കന്നഡ ആയതുകൊണ്ട് ആ കാര്യത്തിലും ഭാഗ്യമില്ല. ഒരുപാട് പിക്ചേഴ്സ് ഇങ്ങനെ കാണാം. പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്നുണ്ട് ഇവിടുത്തെ ഡിസൈന്, ആർക്കിടെക്ചർ. ഏകദേശം ഒരു ബ്രിട്ടീഷുകാരനാണ് ഇവിടുത്തെ ഡിസൈനൊക്കെ പണി കഴിപ്പിച്ചത്. ഹെൻറി ആയിരെന്ന് പറയും. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. AC ലിഫ്റ്റ് ഇതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ട്. എനിക്ക് റെഡിക്ക് അറിഞ്ഞൂടാ. സിൽവർ ചെയർസ് ആണ് ഈ കാണുന്നത്. രാജാക്കന്മാരത്. ഇവിടുത്തെ റൂഫ് ടോപ്പ് ആണ്. ഇതിൽ കാണുന്ന ഈ ചർച്ച ഉണ്ടല്ലോ, ഏകദേശം 150 വർഷം പഴക്കമുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇനി നേരെ അങ്ങോട്ട് പോവാം. ഇദ്ദേഹമാണ് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത്, കൃഷ്ണരാജ വാദ്യാർ. ആ കാണുന്ന വാച്ച് പഴക്കമല്ല കേട്ടോ, ഒരു 150 വർഷം പഴക്കമുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിന് കൊണ്ടുവന്ന അങ്ങോട്ടേക്ക്. പ്രൈവറ്റ് ദർബാർ അറിയട്ടോ, ഇവിടെയാണ് രാജാക്കന്മാർ ചൂസ് ചെയ്ത ആളുകൾ മീറ്റിങ്ങിന് പങ്കെടുക്കൽ. ഏകദേശം 80 കിലോ സ്വർണം ഈ മറ്റേ പില്ലേഴ്സിലൊക്കെ പൂശിയിട്ടുണ്ട്. 80 കിലോ സ്വർണം. പുള്ളിക്കാരൻ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഗൈഡാണ്. അപ്പം ഞാൻ കേട്ട് മനസ്സിലാക്കുന്നത് മാത്രം ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നത്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. ഏകദേശം ഹിസ്റ്ററിനോടൊക്കെ ഏകദേശം താല്പര്യമുള്ളവരൊക്കെ വേണമെങ്കിൽ വന്ന് വിസിറ്റ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ദസറ വരുമ്പോൾ കാണാനാണ്. കാരണം ദസറയിൽ അത്രമാത്രം ഭംഗിയായിരിക്കും ഈ സാധനം കാണാൻ. അപ്പോൾ ആ ടൈമിൽ വരാൻ നോക്കുക. ക്രൗഡ് ഉണ്ടാവും, പക്ഷെ നല്ല രസം ഉണ്ടാവും, ലൈറ്റിങ്ങും കാര്യങ്ങളായിട്ട് കാണാൻ. ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിട്ടോ. ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഇനി ഇവിടെ നേരെ ഒരു ഫുഡ് സ്പോട്ട് പോകണം, ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്, പോയി ഫുഡ് കഴിക്കണം. ഒരു സ്പോട്ട് കണ്ട് ചിലപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ചർച്ചിൽ പോകാണ്ട് നോക്കാം. ഞാൻ ഇപ്പോൾ വന്നിട്ടില്ല ഏകദേശം കുരു സ്വീറ്റ് മാർട്ട് അറിയും. ഇവിടെ നിന്നാണ് മൈസൂർ പാക്ക് സത്യം പറയുകയാണെങ്കിൽ ഉത്ഭവം തുടങ്ങിയത്. ഇവിടെ നിന്നാണ് ഉണ്ടാക്കിയത്. സാമ്പിൾ കൊണ്ട് 2 പീസ് എത്ര രൂപയ്ക്ക് വരാം? ഏത് ரொம்ப நல்லா இருக்கும், ரொம்ப ടേസ്റ്റാ? 2 പീസ് എടുത്തത്. അങ്ങനെ മൈസൂർ പാക്ക് മേടിച്ചു തരും. ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോട്ടെ, നല്ല വിശപ്പുണ്ട്.
മന്തി മൊഹല്ല എന്ന് പറയും സ്ട്രീറ്റ്. അവിടെ എല്ലാം അറഫ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് ബിരിയാണിയോ പൊറോട്ടയോ കഴിക്കാം. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് ഇനി നേരെ ചർച്ചിലേക്ക് പോകണം. അതിന് മുമ്പ് പാക്ക് കഴിച്ചു നോക്കണം എങ്ങനെയുണ്ട് എന്താണ്. ടേസ്റ്റ് അടിച്ച് നോക്കാം. അടിപൊളിയായിട്ടോ, നല്ല ടേസ്റ്റ്. നമ്മളങ്ങനെ ചർച്ചിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇതാണ് ഇന്ത്യയിലെ സെക്കൻഡ് ടോളസ്റ്റ് ചർച്ച്. കാണുന്ന കെട്ടിടം നിർമ്മിക്കാൻ 8 വർഷം എടുത്തിട്ടോ. ഇത് 150 വർഷം പഴക്കമുണ്ട് ഈ കാണുന്നതിന്. അപ്പൊ ചർച്ചിന്റെ ഉള്ളിൽ കയറണം. ഷൂ ആ കാണുന്ന അവിടെ നയിച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് കയറാം. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.